ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ സന്തോഷം പങ്കിട്ട പുരസ്കാര ജേതാക്കൾ ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം സംസ്ഥാന തലത്തിൽ 8 പുരസ്കാരങ്ങൾ നേടിയപ്പോൾ മലയാള ചലച്ചിത്രം ആട്ടം ദേശീയ തലത്തിൽ 3 അവാർഡുകളും നേടി. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ആടുജീവിതം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. മികച്ച സിനിമ, മികച്ച നടൻ, മികച്ച സംവിധായകൻ ഉൾപ്പെടെയുള്ള 8 പുരസ്കാരങ്ങളാണ് ചിത്രം കരസ്ഥമാക്കിയത്. ഇതിനു പുറമെ നടൻ ഗോകുൽ പ്രത്യേക ജൂറി പുരസ്കാരവും നേടി. വളരെ സന്തോഷമുണ്ട്. കാരണം അവാർഡ് എന്ന് പറയുന്നത് സർക്കാർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജൂറിയുടെ ഒരു പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുന്ന ഒരു ഓണർ എന്നുള്ള രീതിയിൽ വളരെ അധികം സന്തോഷമുണ്ടാകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് 9ഓളം അവാർഡുകൾ ലഭിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് 3ാം തവണയാണ് ബെസ്റ്റ് ഡയറക്ടർ എന്നുള്ള അവാർഡ്. അതിൻ്റെ ഹാട്രിക് വേണമെങ്കിൽ പറയാം. അതിനുമുമ്പ് നവാഗത സംവിധായകനും ലഭിച്ചിട്ടുണ്ട്. അപ്പം 8 സിനിമ ചെയ്തപ്പോൾ 4 അവാർഡ് ലഭിച്ചു. സംവിധാനത്തിന് കിട്ടിയെന്ന് പറയുന്നത് വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഒരു ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഞാൻ കണ്ടത് ഇതിൻ്റെ റീറെക്കോർഡിങ്ങിലാണ്. ഈ സിനിമയുടെ ഈ മ്യൂസിക് പാർട്ട് എന്ന് പറയുന്ന പല ഭാഷയിലുള്ള പാട്ടുകൾ ചേർത്തിട്ടൊക്കെ വെച്ച് അത് എന്നെ കൺസിഡർ ചെയ്യാതെ പോയത് എന്നെ കുറിച്ച് ആണ് ഞാൻ എൻ്റെ ഖേദം മുഖ്യമായി ഞാൻ പറഞ്ഞത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ഇന്ന്. അതിപ്പോഴും മൈൻഡിലിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ ഐ തിങ്ക് ഒരു 1 hour മുമ്പേ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര ഹാപ്പി ഉണ്ട്. കുറേ വേർഡ്സ് ഒന്നും പറയാൻ കിട്ടുന്നില്ല. എനിക്ക് മാത്രമല്ല, ഹോൾ ക്രൂ 5 കാറ്റഗറിയിലെങ്ങാനും നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഹോൾ ക്രൂ ഇതിന് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടും കാര്യങ്ങളൊക്കെ, നമ്മളവിടെ ഒരു 6 കൊല്ലമായിട്ട് ഉള്ള ഷൂട്ടിങ്ങും അതിന് മുന്നേ ബ്ലസ്സി സാറ് എടുത്ത പ്രീ പ്രൊഡക്ഷൻ വർക്ക്സും എല്ലാ ഒരു എഫേർട്സും അങ്ങനെ പാഴായി പോയിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ്. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് ഉർവശിയും തടവിലെ അഭിനയത്തിന് ബീന ആർ ചന്ദ്രനും നല്ല നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. സന്തോഷമുണ്ട്, വലിയ സന്തോഷം. ഞാൻ ഒരിക്കലും നമ്മൾ അഭിനയിക്കുമ്പോൾ അവാർഡ് നമ്മുടെ മുമ്പിൽ വരാറില്ല. ഡയറക്ടറാണ് ആദ്യത്തെ അവാർഡ് തരുന്ന ആൾ. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ അവാർഡ്. പിന്നെ പടം റിലീസ് ചെയ്ത് നിങ്ങൾ മീഡിയയിലുള്ള എത്രയോ പേര് അപ്രീഷിയേറ്റ് ചെയ്തു. ഓരോരുത്തരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഓരോ പുരസ്കാരങ്ങളാണ്. പടം കണ്ട പ്രേക്ഷകർ ഓരോ തവണ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഹൃദയപൂർവ്വം ഒരു പുരസ്കാരമായിട്ടാണ് ഞാനത് സ്വീകരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് അഭിമാനമായി ദേശീയതലത്തിൽ ആട്ടം 3 പുരസ്കാരങ്ങൾ നേടി. മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ ആനന്ദേകർഷിയും മികച്ച എഡിറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട മഹേഷ് ഭുവനേന്ദും സന്തോഷം പങ്കുവച്ചു. അതിയായ സന്തോഷമാണ്. കാരണം ഞാൻ പല സ്ഥലത്തും പറഞ്ഞ പോലെ ഒരു 10-11 സുഹൃത്തുക്കളാണ് ഇതിനകത്ത് കാസ്റ്റ് ചെയ്യപ്പെട്ടത്. 13 പേരുണ്ട്. അത് ആ 11 പേരെ എനിക്കൊരു 20 വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സൗഹൃദത്തിൻ്റെയും കൂടെ ഒരു വിജയമായിട്ടാണ്. കാരണം അങ്ങനെ ഒരു കളക്റ്റീവായിട്ട് ഒരുമിച്ച് കണ്ടൊരു സ്വപ്നമായതുകൊണ്ടായിരിക്കണം എല്ലാം വളരെ എളുപ്പമായി നടന്നത് എന്ന് പറയും. പിന്നെ ഒരു പ്രൊഡ്യൂസർ, ഗംഭീരമായ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് സംഭവിച്ചു. അപ്പം വളരെ സന്തോഷം. വളരെ സന്തോഷം. ഒരിക്കലും ബെസ്റ്റ് എഡിറ്ററിനുള്ളൊരു അവാർഡ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര അപ്രതീക്ഷിതമായിട്ട്. സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടുമെന്ന് തോന്നിയിരുന്നു. കാരണം നമ്മൾ ബാക്കി ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയപ്പോഴും ഇപ്പോൾ ട്രിവാൻഡ്രത്ത് IFFK ആയാലും ഗോവ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട പടമായിരുന്നു. സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടും, അല്ലെങ്കിൽ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിന്റെ മേലെ ഇരട്ടി മധുരമായി എഡിറ്റർ. ജനം, കൊച്ചി.